ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് പറയാനാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ള കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നോക്കിയിട്ടും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടാവും. എന്തൊക്കെ ഡൗട്ട്സാണ് ഭൂരിഭാഗം പേരും ചോദിച്ചിട്ടുള്ള ഡൗട്ട്സാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതല്ലാതെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ഫസ്റ്റ് ഡൗട്ട് എന്ന് പറയുന്നത് അഡ്മിഷൻ എടുക്കൽ നിർബന്ധമാണോ എന്നുള്ളതാണ്. ആൻസർ നിർബന്ധമാണ് എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ട്രയൽ അലോട്ട്മെൻറ്റ് പോലെയല്ല, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏത് സ്കൂളാണോ കിട്ടിയത്, അതിപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ ആവാം, സെക്കൻഡ് ഓപ്ഷൻ ആവാം, തേർഡ് ഓപ്ഷൻ ആവാം, ഫോർത്ത് ഓപ്ഷൻ ആവാം, നിങ്ങൾ കൊടുത്തിട്ടുള്ള ഏത് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു സ്കൂൾ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി അഡ്മിഷൻ എടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ സ്കൂൾ മാറ്റാൻ പറ്റില്ല, അയ്യോ എനിക്ക് ആ സ്കൂൾ വേണ്ടായിരുന്നു എന്നുള്ള രീതിക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ടെമ്പററി ആയിട്ടുള്ള ഒരു അഡ്മിഷൻ എടുക്കണം. എന്തായാലും അഡ്മിഷൻ എടുക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ടെമ്പററി ആയിട്ടാണോ പെർമനൻ്റ് ആയിട്ടാണോ അഡ്മിഷൻ എടുക്കാൻ പറ്റുക, ആർക്കൊക്കെയാണ് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റുക, ഇനി ആർക്കൊക്കെയാണ് പെർമനൻ്റ് ആയിട്ട് നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കേണ്ടത് എന്നാണ് പറയണത്. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്കൂൾ ലിസ്റ്റ് കൊടുത്ത സമയത്ത് ഫസ്റ്റ് ഓപ്ഷനിലെ സ്കൂൾ തന്നെയാണ്, നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂൾ തന്നെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ടായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പെർമനൻ്റ് ആയിട്ടുള്ള അഡ്മിഷൻ എടുക്കൽ നിർബന്ധമാണ്. കാരണം ഇനി ഒരു എഡിറ്റ് ഓപ്ഷൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമായിട്ട് ഇല്ല. അപ്പോൾ നിങ്ങൾ അവിടെ പോയി അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നിങ്ങളുടെ ഈ ഒരു പ്രോസസ്സിൽ നിന്ന് തന്നെ നിങ്ങൾ ഔട്ടാവുന്നതായിരിക്കും. ബാക്കി സെക്കൻഡ് അലോട്ട്മെൻറ്റോ തേർഡ് അലോട്ട്മെൻറ്റോ അതേപോലെ തന്നെ സപ്ലിമെൻ്ററിയോ ഒന്നും തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതല്ല. മാത്രമല്ല നിങ്ങളുടെ ഹയർ സെക്കൻഡറി പഠനം പോലും ചിലപ്പോൾ ചാൻസ് ഇല്ലാതായി പോവും. ഓക്കെ, അപ്പോൾ അതിന് നിൽക്കാതെ നിർബന്ധമായിട്ടും എല്ലാവരും കേൾക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കൽ നിർബന്ധമാണ്. ഇനി അത് ടെമ്പററി ആണോ പെർമനൻ്റ് ആണോ എന്നുള്ളത് നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ ആണോ, അതല്ലാതെ അതിൻ്റെ താഴെയുള്ള ഏത് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് എടുക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് തന്നെ എടുത്തേക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ടെമ്പററി എങ്ങനെയാണ് ടെമ്പററി അഡ്മിഷൻ്റെ കേസിൽ നമുക്ക് ഫീസ് അടയ്ക്കേണ്ടതില്ല. നമുക്ക് അവിടെ പോയി നമ്മൾ ഏത് സ്കൂളിലാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അവിടെ സീറ്റ് നിങ്ങളുടെ സീറ്റ് അവിടെ ഉറപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പററി അഡ്മിഷന് ഫീസ് അടയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. ഫീസ് അടയ്ക്കാതെ തന്നെ നമ്മുടെ സീറ്റ് നമുക്ക് ഉറപ്പിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ പെർമനൻ്റ് അഡ്മിഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫീസ് അടയ്ക്കണം. അത് ഓൺലൈനിലൂടെ അല്ല, നമ്മൾ ഏത് സ്കൂളിലാണോ ആ സ്കൂളിൽ പോയി അവിടെയുള്ള ക്യാഷ് കൗണ്ടറിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫീസ് അടയ്ക്കേണ്ടതാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലേ, ഫസ്റ്റ് ഓപ്ഷൻ സ്കൂളിൽ കിട്ടിയാൽ ടെമ്പററി ആക്കാൻ പറ്റുമോ എന്നുള്ളത്. ആൻസർ എന്താണ്? നോ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ സ്കൂളിൽ കിട്ടിയാൽ ഒരിക്കലും നിങ്ങൾക്ക് ടെമ്പററി ആക്കാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, പെർമനൻ്റ് ആയിട്ട് തന്നെ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഓക്കെ, ഇനിയിപ്പോൾ എങ്ങനെയാണ് നോക്കുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലും നമ്മൾ ജസ്റ്റ് കൊടുത്തേക്കാണ്, നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, HS CAP എന്ന് സെർച്ച് ചെയ്യുക. HS CAP എന്ന് സെർച്ച് ചെയ്യുമ്പോൾ താഴെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ കാണാൻ പറ്റും. ആ കാൻഡിഡേറ്റ് ലോഗിനിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതേപോലെ തന്നെ നിങ്ങളുടെ ഏത് ഡിസ്ട്രിക്റ്റിലാണ് കൊടുത്തിട്ടുള്ളത് എന്നതും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിലാണ് എന്നുള്ളത് കാണിക്കും. അതല്ല നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ഹാവ് നോട്ട് അലോട്ടഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ വന്നിട്ടില്ലാത്തവരും വിഷമിക്കേണ്ട, നമുക്കിതിൻ്റെ ബാക്കിയായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്, ഇനിയും വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് ഇതേപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ താങ്ക് യു.